കോഴിക്കോട് മെഡിക്കൽ കോളേജ് അനാട്ടമി ലാബിൽ നിന്ന് മൃതദേഹാവശിഷ്ടങ്ങൾ തള്ളി അത് വിവാദമായതിനെ തുടർന്ന് ശാസ്ത്രീയമായി സംസ്കരിക്കുന്നതിനുള്ള സംവിധാനം ഒരുക്കുന്നത് പഠിക്കാനായി സമിതിയെ നിയോഗിച്ചു. ജില്ലാ കളക്ടർ വിളിച്ചു ചേർത്ത യോഗത്തിലാണ് 3-അംഗ സമിതിയെ നിയോഗിച്ചത്. മീഡിയ വൺ ഇംപാക്ട്. ജില്ലാ മെഡിക്കൽ ഓഫീസർ, മെഡിക്കൽ കോളേജ് സൂപ്രണ്ട്, അനാട്ടമി വിഭാഗം മേധാവി എന്നിവരടങ്ങുന്നതാണ് സമിതി. പഠനാവശ്യത്തിന് ശേഷം മൃതദേഹാവശിഷ്ടങ്ങൾ 3 മാസം കൂടുമ്പോഴാണ് സംസ്കരിക്കാനായി നൽകുന്നതെന്ന് അനാട്ടമി വിഭാഗം മേധാവി കളക്ടർ വിളിച്ചു ചേർത്ത യോഗത്തിൽ അറിയിച്ചു. ഈ മൃതദേഹാവശിഷ്ടങ്ങൾ നിലവിലെ രീതിയിൽ സംസ്കരിക്കാൻ കഴിയില്ലെന്ന് കളക്ടറും യോഗത്തിൽ അഭിപ്രായപ്പെട്ടു. തുടർന്നാണ് ശാസ്ത്രീയമായി സംസ്കരിക്കുന്നത് പഠിക്കാനായി സമിതിയെ നിയോഗിച്ചത്. ഒരാഴ്ചയാണ് റിപ്പോർട്ട് സമർപ്പിക്കാനായി അനുവദിച്ചിരിക്കുന്ന സമയം. റിപ്പോർട്ട് ലഭിച്ചാലുടൻ പദ്ധതി നിർദ്ദേശം സംസ്ഥാന സർക്കാരിന് കൈമാറും. അടുത്ത 3 മാസത്തിന് ശേഷം അടുത്ത ഡിസ്പോസലിന് ശ്രമിക്കുമ്പോൾ ഇതുപോലെയുള്ള പ്രാകൃതമായ ഒരു ഡിസ്പോസൽ ഒരു കാരണവശാലും അനുവദിക്കരുത്. അതാണ് എൻ്റെ ഒരു സ്റ്റാൻഡ്. അതിന് വേണ്ട ഇൻസ്റ്റലേഷൻസ് എന്താണോ അത് ചെയ്യുക എന്നുള്ളതാണ്. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അതാണ് എൻ്റെ ഒരു ഏറ്റവും വലിയ ഞാൻ പ്രാധാന്യത്തോടെ കാണുന്നത്. ശാസ്ത്രീയമായ സംസ്കരണ സംവിധാനം ഒരുക്കുന്നതുമായി ബന്ധപ്പെട്ട് വിദഗ്ധരുടെ അഭിപ്രായങ്ങളും സ്വീകരിക്കും. പദ്ധതിക്ക് ആവശ്യമായ സഹായം ലഭ്യമാക്കാമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി ജില്ലാ കളക്ടർക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അനാട്ടമി ലാബിൽ നിന്നും മൃതദേഹാവശിഷ്ടങ്ങൾ സംസ്കരിക്കാതെ പുറന്തള്ളിയത് മീഡിയ വൺ പുറത്തുവിട്ടതിനെ തുടർന്ന് വലിയ പ്രതിഷേധമുയർന്നിരുന്നു. ഈ സാഹചര്യത്തിലായിരുന്നു ജില്ലാ കളക്ടറുടെ ഇടപെടൽ. KR സജു, മീഡിയ വൺ, കോഴിക്കോട്.